നമസ്കാരം. നിങ്ങൾ എം.എ. സൈക്കോളജി വിദ്യാർത്ഥികളാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ പഠനത്തിലെ ഒരു പ്രധാന ഭാഗത്തെക്കുറിച്ചാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 1 ഭാഷാ സമ്പാദനം. ലാംഗ്വേജ് അക്വിസിഷൻ. അതെ, കുട്ടികൾ എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ സ്വാഭാവികമായി ഭാഷ പഠിച്ചെടുക്കുന്നത്? ഭയങ്കര അത്ഭുതം തന്നെയല്ലേ അത്? ശരിയാണ്. മനുഷ്യന്റെ ഒരു അടിസ്ഥാന കഴിവാണ് ഭാഷ. ചിന്തയ്ക്കും ആശയവിനിമയത്തിനുമെല്ലാം. ഇതെങ്ങനെ നടക്കുന്നുവെന്ന് വിശദീകരിക്കാൻ പല സിദ്ധാന്തങ്ങളും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ സിദ്ധാന്തങ്ങളിലേക്ക് കടക്കാം അല്ലേ? പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്ന് നോക്കാം. തീർച്ചയായും. ബിഹേവിയറിസം മുതൽ തുടങ്ങാം. പിന്നീട് വന്ന പ്രധാനപ്പെട്ട ചിന്തകളും പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ബി.എഫ്. സ്കിന്നറുടെ ബിഹേവിയറിസ്റ്റ് സിദ്ധാന്തം. ഇത് വളരെ ലളിതമായി കാര്യങ്ങളെ കാണുന്നു അല്ലേ? കുട്ടികൾ ചുറ്റുമുള്ളവരെ കേട്ട് അനുകരിക്കുന്നു. അവർ ശരിയായി പറയുമ്പോൾ പ്രോത്സാഹനം കിട്ടുന്നു, അതായത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അതെ, തെറ്റുകൾക്ക് ഒരുപക്ഷെ ശിക്ഷയോ അല്ലെങ്കിൽ ഒരു അവഗണനയോ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ ഈ ശീലം രൂപപ്പെടുത്തുന്നതിലൂടെയാണ് ഭാഷ പഠിക്കുന്നതെന്നാണ് അവരുടെ വാദം. മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്ന പോലെയൊക്കെ. ഏകദേശം അതെ. സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധങ്ങൾ, ശീലങ്ങൾ, അതൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാനം. പക്ഷേ ഇതിന് ഒരുപാട് പരിമിതികളുണ്ടല്ലേ? കാരണം കുട്ടികളെ കേട്ടു പഠിക്കാൻ മാത്രമല്ലല്ലോ ചെയ്യുന്നത്. അതെ, അതാണ് പ്രധാന പ്രശ്നം. അവരെ കേൾക്കാത്ത തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഇംഗ്ലീഷിൽ ഗുഡ് എന്നോ ഡ്രിങ്ക്ഡ് എന്നോ പറയുന്ന പോലെ മലയാളത്തിൽ പോയിച്ചു എന്നൊക്കെ ചിലപ്പം പറയില്ലേ? അത് കൃത്യമാണ്. അത് നിയമങ്ങൾ പഠിച്ചു, പക്ഷേ അത് എല്ലായിടത്തും ഒരുപോലെ അങ്ങ് പ്രയോഗിക്കുന്നതാണ്. ഓവർ ജനറലൈസേഷൻ എന്ന് പറയും. അപ്പോൾ അത് വെറും അനുകരണമല്ലല്ലോ. അല്ല, അതോടൊപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്. ലോകത്തെവിടെയായാലും കുട്ടികൾ ഏകദേശം ഒരേ പ്രായത്തിൽ ഒരേ ഘട്ടങ്ങളിലൂടെയാണ് ഭാഷയുടെ കാര്യത്തിൽ കടന്നുപോകുന്നത്. ശരിയാണ്. എല്ലാ നാട്ടിലെ കുട്ടികളും ഏതാണ്ട് ഒരുപോലെ സംസാരിച്ചു തുടങ്ങുന്നു, വാക്യങ്ങളുണ്ടാക്കുന്നു. അപ്പോ പരിസ്ഥിതി മാത്രം പോരല്ലോ, എന്തോ ഒന്ന് ഉള്ളിലുണ്ട്. പിന്നെ ഈ ക്രിട്ടിക്കൽ പീരീഡ് എന്നൊരാശയം. ജീനി എന്ന ആ പെൺകുട്ടിയുടെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. വളരെ വൈകി പുറം ലോകവുമായി ബന്ധം വന്നപ്പോൾ ഭാഷ പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയ കുട്ടി. അതെ, അപ്പോ ഒരു പ്രായപരിധി കഴിഞ്ഞാൽ ഭാഷ പൂർണ്ണമായി പഠിക്കാൻ പറ്റില്ല എന്നുള്ള വാദവും ബിഹേവിയറിസത്തിന് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോഴാണ് അടുത്ത പ്രധാന സിദ്ധാന്തം വരുന്നത്, നോം ചോംസ്കിയുടെ സിദ്ധാന്തം, ഇന്നേറ്റ്നെസ് തിയറി. അദ്ദേഹം പറയുന്നത് ഭാഷ പഠിക്കാനുള്ള കഴിവ് നമുക്ക് ജന്മനാ കിട്ടുന്നതാണെന്നല്ലേ? തലച്ചോറിൽ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് LAD തന്നെയുണ്ട് എന്ന്. അതെ, അത് വളരെ വിപ്ലവകരമായൊരു ചിന്തയായിരുന്നു. എല്ലാ മനുഷ്യഭാഷകൾക്കും പൊതുവായ ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്, ഒരു യൂണിവേഴ്സൽ ഗ്രാമർ. ഓക്കെ, ഈ തത്വങ്ങൾ തിരിച്ചറിയാനും കേൾക്കുന്ന ഭാഷയെ അതനുസരിച്ച് വിശകലനം ചെയ്യാനുമുള്ള കഴിവ് ജന്മസിദ്ധമാണ്. ഈ LAD ആണ് അതിന് സഹായിക്കുന്നത്. ഇതിനെന്തെങ്കിലും തെളിവുകൾ കാര്യമായിട്ടുണ്ടോ ഈ LAD എന്നൊക്കെ പറയുമ്പോ? ഉണ്ട്. സ്ലോവിനൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ, ഒന്നാമത് മനുഷ്യന്റെ ശാരീരിക ഘടന, സംസാരിക്കാൻ പാകത്തിലുള്ള വോക്കൽ ട്രാക്ട്, ശ്വാസകോശമൊക്കെ. ശരിയാണ്. പിന്നെ തലച്ചോറിൽ ഭാഷയ്ക്ക് വേണ്ടി തന്നെയുള്ള ഭാഗങ്ങൾ, ബ്രോക്കാസ് ഏരിയ, ബേർണിക്കീസ് ഏരിയ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ? അതുപോലെ നേരത്തെ പറഞ്ഞ സാർവത്രിക ഘട്ടനങ്ങൾ, ക്രിട്ടിക്കൽ പീരീഡിന്റെ സാധ്യത, ഇതൊക്കെ ഒരു ജൈവപരമായ അടിത്തറയുണ്ട് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ ഈ LAD എന്ന് പറയുന്നത് കുറച്ചൊരു എന്താ പറയാ, ഒരു മുഖമാശയമല്ലേ? തലച്ചോറിൽ എവിടെയാണ്, എങ്ങനെയാണ് കൃത്യമായി പ്രവർത്തിക്കുന്നത് എന്നതിലൊരു വ്യക്തത കുറവുണ്ട്. അതൊരു വിമർശനമാണ്. അതോടൊപ്പം ഈ സിദ്ധാന്തം സാമൂഹികമായ ഇടപെടലുകൾക്ക്, അതായത് കുട്ടി മറ്റുള്ളവരുമായി ഇടപഴകുന്നതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നും പറയാറുണ്ടല്ലേ? വളരെ ശരിയാണ്. ആ ഒരു പോരായ്മയിൽ നിന്നാണ് അടുത്തൊരു പ്രധാന ചിന്ത വരുന്നത്, പിയാഷെയുടെ കോഗ്നിറ്റീവ് സിദ്ധാന്തം. പിയാഷെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അതെ, പിയാഷെ പറയുന്നത് ഭാഷാവികാസം എന്നത് കുട്ടിയുടെ മൊത്തത്തിലുള്ള ബൗദ്ധിക വികാസത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്നാണ്. അതായത് കുട്ടിക്ക് ലോകത്തെക്കുറിച്ച് ധാരണകൾ ഉണ്ടാകുന്നതിനനുസരിച്ചാണ് ഭാഷയും വളരുന്നത്. അതെ, ഒരാശയം, ഒരു കോൺസെപ്റ്റ് കുട്ടിക്ക് മനസ്സിലായാൽ മാത്രമേ അത് പ്രകടിപ്പിക്കാനുള്ള വാക്ക് പഠിക്കുന്ന കാര്യമുള്ളൂ. ഉദാഹരണത്തിന്, വലുപ്പ വ്യത്യാസം മനസ്സിലാക്കുമ്പോഴാണ് വലുത്, ചെറുത് എന്നൊക്കെ പറയാൻ പഠിക്കുന്നത്. കൃത്യം. അതുപോലെ ഓബ്ജക്റ്റ് പെർമനൻസ് എന്ന ആശയം, അതായത് ഒരു സാധനം കണ്ടില്ലെങ്കിലും അതവിടെ ഉണ്ട് എന്ന ബോധം വരുമ്പോഴാണ് വാക്കുകളുടെ എണ്ണത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം കാണുന്നത്. ഓക്കെ, അത് യുക്തിസഹമായി തോന്നുന്നുണ്ട്. ചിന്ത ആദ്യം, ഭാഷ പിന്നെ. അതെ, ചിന്ത ഭാഷയെ നയിക്കുന്നു.
ആശയങ്ങൾ കൂടുതൽ സങ്കീർണമാകുമ്പോൾ ഭാഷാപ്രയോഗങ്ങളും സങ്കീർണമാകുന്നു. എന്നാൽ ഇതിനും ചില പരിമിതികളുണ്ട്. ചില കുട്ടികളിൽ സാധാരണ ബുദ്ധിവികാസമില്ലെങ്കിലും ഭാഷാപരമായ കഴിവുകൾ നന്നായി കാണാറുണ്ട്. അതെങ്ങനെ വിശദീകരിക്കും? അതൊരു വലിയ ചോദ്യമാണ്. അതുപോലെ ഭാഷ എന്ന ഈ സംഗതി എന്തിന്, എങ്ങനെ ഉണ്ടായി എന്ന അടിസ്ഥാന ചോദ്യത്തിനും ഈ സിദ്ധാന്തം പൂർണ്ണ ഉത്തരം നൽകുന്നില്ല. ശരിയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ അടുത്ത സിദ്ധാന്തങ്ങളിലേക്ക് എത്തുന്നത്. ഇൻപുട്ട് അല്ലെങ്കിൽ ഇന്റഗ്രേഷനിസ്റ്റ് സിദ്ധാന്തങ്ങൾ. ഇൻപുട്ട് ഇന്റഗ്രേഷനിസ്റ്റ് തിയറീസ്. ജെറോം ബ്രൂണർ ആണോ ഇതിലെ പ്രധാന ആള്? അതെ, ബ്രൂണർ. അദ്ദേഹം ചോംസ്കിയുടെ LAD പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് LAS എന്ന് പറഞ്ഞു. ലാംഗ്വേജ് അക്വിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. LAS അതെന്താണ്? അതായത് കുട്ടിക്ക് ചുറ്റുമുള്ളവരുടെ, പ്രത്യേകിച്ചും കുട്ടിയെ പരിചരിക്കുന്നവരുടെ പങ്ക്, അവർ നൽകുന്ന പിന്തുണ. ഓക്കെ. അപ്പോൾ മുതിർന്നവർ കുട്ടികളോട് സംസാരിക്കുന്ന ആ ഒരു പ്രത്യേക രീതിയില്ലേ, ലളിതമായി ഉയർന്ന സ്വരത്തിൽ, ചൈൽഡ് ഡയറക്റ്റഡ് സ്പീച്ച് എന്ന് പറയുന്നത്? അതെ, അതും പിന്നെ കുട്ടിയുമായി നടത്തുന്ന കളികൾ, ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ശ്രദ്ധ ആകർഷിക്കുന്നത്, ഇതെല്ലാം ഈ ലാസിന്റെ ഭാഗമാണ്. അപ്പോൾ ഇത് പറയുന്നത് ജന്മനായുള്ള കഴിവും LAD, ഈ സാമൂഹിക പിന്തുണയും LASS ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഭാഷ ശരിക്കു പഠിക്കാൻ പറ്റുന്നത് എന്നാണ്. അതെ, ഒരു സംയോജിത സമീപനം, ഇന്ററാക്ഷനിസ്റ്റ് വ്യൂ എന്നും പറയാം. പ്രകൃതിയും പരിസ്ഥിതിയും ഒരുമിച്ചു വരണം, ഇന്നേറ്റബിലിറ്റിയും സോഷ്യൽ ഇന്ററാക്ഷനും. പക്ഷെ ഇതിനും അതിൻ്റെതായ പോരായ്മകളില്ലേ? ഭാഷയുടെ സങ്കീർണമായ ഘടനകളെല്ലാം ഈ ഇടപെടൽ കൊണ്ട് മാത്രം വിശദീകരിക്കാൻ പറ്റുമോ? പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതാണ് ഇതിന്റെയും ഒരു പരിമിതി. അപ്പോൾ നമ്മളിപ്പോൾ പ്രധാനമായി 4 സമീപനങ്ങൾ കണ്ടു. ബിഹേവിയറിസം, അനുകരണവും ശീലവും. ഇന്നേറ്റ്നെസ്, ചോംസ്കിയുടെ ജന്മസിദ്ധമായ കഴിവ് LAD. അതെ. കോഗ്നിറ്റീവ്, പിയാഷെയുടെ ബൗദ്ധിക വികാസവുമായുള്ള ബന്ധം. ശരിയാണ്. പിന്നെ ഇന്ററാക്ഷനിസ്റ്റ് ബ്രൂണറുടെ സാമൂഹിക ഇടപെടലും LASഉം. അതെ, ചുരുക്കി പറഞ്ഞാൽ ഇവയാണ് പ്രധാനപ്പെട്ടവ. ഇതിലേതെങ്കിലും ഒന്നാണ് ശരി എന്ന് പറയാൻ പറ്റുമോ? അതോ എല്ലാം കൂടിച്ചേർന്നതാണോ? മിക്കവാറും എല്ലാം കൂടിച്ചേർന്ന് വളരെ സങ്കീർണമായൊരു പ്രക്രിയ ആവാനാണ് സാധ്യത. ഓരോ സിദ്ധാന്തവും അതിന്റെ ഓരോ വശത്തിന് ഊന്നൽ നൽകുന്നു എന്ന് മാത്രം. ശരിയാണ്. നിങ്ങൾ MA സൈക്കോളജി വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഈ സിദ്ധാന്തങ്ങളെല്ലാം ഓർത്തിരിക്കണം. പക്ഷേ വെറുതെ ഓർക്കുന്നതിനപ്പുറം ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. ഈ വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ നമ്മൾ ഭാഷാ വൈകല്യങ്ങളെ, ലാംഗ്വേജ് ഡിസോർഡേഴ്സിനെ മനസ്സിലാക്കുന്ന രീതിയെ എങ്ങനെയാണ് സ്വാധീനിക്കുക? അതൊരു നല്ല ചോദ്യമാണ്. അല്ലെങ്കിൽ ഒരു രണ്ടാം ഭാഷ പഠിപ്പിക്കുമ്പോൾ ഏത് സിദ്ധാന്തത്തിന്റെ കാഴ്ചപ്പാടാണ് കൂടുതൽ സഹായകമാവുക? ഒരു സിദ്ധാന്തം മറ്റൊന്നിനെ പൂർണ്ണമായി ഒഴിവാക്കുന്നുണ്ടോ? അതോ അവ പരസ്പരം പൂരിപ്പിക്കുകയാണോ? ഇതൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ നമുക്ക് മറ്റൊരു വിഷയവുമായി കാണാം.